ബിഗ് ബോസ് സീസൺ 7 ലൈവില് ഇപ്പോൾ ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞ അടുത്ത ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഈ ടാസ്ക് മാത്രം ശ്രദ്ധിച്ചു കളിക്കുന്നത് നൂറയാണ്. നൂറയും അനീഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ്, ഒരു ഫൺ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല സംഭവം. ഇതിന്റെ ഇടയിൽ ഈ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് കാറിനകത്ത് കയറിയിരിക്കുന്നതിന്റെ ഇടയിൽ അക്ബറും അനുമോളും തമ്മിൽ ഭയങ്കര ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഡിബേറ്റ് അനുമോൾക്ക് പാരയാണ്. അനുമോൾ ശരിക്കും പറഞ്ഞ PR പുറത്ത് ക്ലാസ് പഠിച്ച് കോച്ചിങ്ങും കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ അക്ബർ നല്ല ചുരണ്ടി എടുക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഉല്ലാസയാത്ര ഭയങ്കര ഉല്ലാസയാത്രയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറയും അനീഷുമാണ്. പിന്നെ സാബുമാനും അതുപോലെ ആദിലയും അങ്ങ് ബാക്കിൽ ഒതുങ്ങി എങ്ങനെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. നെവിൻ ഓൾറെഡി ഇപ്പോൾ ലൈവില് കണ്ടപ്പോൾ നെവിൻ ഓൾറെഡി പുറത്തു പോയി. ബാക്കി എല്ലാവരും ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആര്യൻ നല്ലപോലെ സ്പേസ് എടുത്ത് അനീഷിനെ എങ്ങനെയെങ്കിലും ചവിട്ടി തള്ളി പുറത്താക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിലിരിക്കുന്നത് അക്ബറും അനുമോളും കൂടിയാണ്. അനുമോളും അഡ്ജസ്റ്റ് ചെയ്ത് അതിലയുടെ മടിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അക്ബറിന് നല്ലൊരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അക്ബർ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് ആ ഒരു പാവ ടാസ്ക് വന്നതുപോലെ അക്ബറിന്റെ അടുത്ത് തന്നെ അനുമോള് വീണ്ടും വന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു സംസാരമാണ്. പക്ഷെ ആ സംസാരത്തില് അക്ബർ എന്ത് പറഞ്ഞാലും അക്ബർ ഇനി എന്ത് ചെയ്താലും അക്ബറിനെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആക്കില്ല എന്ന ഒരു അങ്ങേയറ്റം വിവാദ പ്രസ്താവന എന്ന് പറയുന്നത് അനുമോൾ അവിടെ പറഞ്ഞു. അപ്പോൾ അനുമോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്, അനുമോൾ ഇത് പറയുമ്പോൾ അക്ബർ എടുത്ത് ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നുണ്ട്? നീ അത് പറഞ്ഞിട്ട് പോയാൽ മതി, എന്തു പറ്റി, നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയോ, ഇതിന്റെ ബാക്കി എന്താ നീ പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ അന്നേരം പിന്നെയും എടുത്ത് കയ്യിൽ നിന്ന് പോയി. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് നിന്നെ അറിയ പോലും ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനുമോള് അതൊരു ഗസ് ചെയ്ത് പറഞ്ഞതാണോ, അതോ പുറത്ത് നടക്കുന്ന ഇപ്പോഴത്തെ സംഭാഷണങ്ങൾ അറിയാവുന്നത് കൊണ്ടാണോ? പുറത്ത് അനുമോളുടെ PR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത് റീലായിട്ട് മാത്രമാണ് ഞാനും കണ്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു കട്ട്പാട്ടിനകത്ത് ഞാൻ കേട്ട ഒരു കാര്യം, ഓൾറെഡി അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനുമോൾക്ക് PR കൊടുത്ത ആളുടെ അടുത്തേക്ക് അക്ബർ PR ചോദിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ, അതായത് അക്ബറിന്റെ അടുത്തും PR ചോദിച്ചു വന്നിട്ടുണ്ട് എന്നൊരു സംഭാഷണം ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ അനുമോളും അക്ബറിന്റെ ഒക്കെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അനുമോളുടെ PR എടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന ഒരു പയ്യൻ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യം, അക്ബർ തൻ്റെ അടുത്തേക്കാണ് വന്നത് എന്നും അത് ആദ്യമേ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം അക്ബറിന് ഈ പറയുന്ന ഷോ ഡയറക്ടറുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് സെർഗോ വിജയരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അത് നടത്തുന്നതിന് മുന്നേ തന്നെ സരിഗമപ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ കേരളം അതിനകത്ത് ആക്ച്വലി ഈ പറയുന്ന ഒരു 4-5 വർഷം മുന്നേ തൊട്ടേ തന്നെ അക്ബറുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. അവര് ഇന്റർവ്യൂ വരെ ഒന്നിച്ച് എടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു വിഷ്വൽസ് ഞാനും കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ഈ വിനുന്നോ അങ്ങനെ എന്തോ ഒരു പയ്യന്റെ പേര്, അതായത് ഈ പറയുന്ന അനുമോളുടെ PR ചെയ്യുന്ന ആ വ്യക്തി പുറത്ത് ഇതേ സമയം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അനുമോള് അക്ബറിന്റെ അടുത്ത്, അല്ലെങ്കിൽ അനുമോള് ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് അക്ബർ എന്ത് ചെയ്താലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അക്ബറിനെ പുറത്താക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ലെവലിലേക്ക് അനുമോളും പറയുന്നുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല. പക്ഷെ ഇതൊരു കോയിൻസിഡൻസ് ആണെങ്കിൽ ഓക്കെ, അനുമോൾ അതിനെ ഗസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അനുമോളുടെ ദീർഘവീക്ഷണം എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊരു കോയിൻസിഡൻസ് അല്ല എങ്കിൽ അക്ബർ പറഞ്ഞ കാര്യം സത്യമാകും. അതായത് അക്ബർ പറയുന്നത് കറക്റ്റായിട്ട് PR-ന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് ക്ലാസ് കിട്ടി, ബിഗ് ബോസ് ഹൗസിലേക്കുള്ള കോച്ചിങ് എടുത്തിട്ടാണ് അനുമോള് വന്നത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ആ സെർഗോ വിജയരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അത് അനുമോള് പറയാൻ വേണ്ടിയിട്ട് തന്നെ അക്ബർ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. ലൈവിൽ ഇപ്പൊ ആ പേര് അനുമോള് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഈ പറയുന്ന ഷോ ഡയറക്ടറുമായിട്ട് അക്ബറിന് ബന്ധമുണ്ട് എന്ന് തന്നെ പച്ചയ്ക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ടോ
അങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളതാണ് അക്ബറിന്റെ ഉദ്ദേശം. അത് പറയിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനുമോൾ ഇതെല്ലാം ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ വ്യക്തികളെയും പഠിച്ചിട്ടാണ് കയറി വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ശരി, ടാസ്ക് ഉല്ലാസയാത്രയാണ്. പക്ഷെ ഈ യാത്ര ബിഗ് ബോസിനകത്ത് അനുമോൾക്ക് എത്രത്തോളം ഗുഡാകും, അതുപോലെ അക്ബറിന് എത്രത്തോളം ഗുഡാകും എന്നുള്ളത് അറിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു വലിയൊരു PR എന്തായാലും അനുമോൾക്കുണ്ട്. എന്നാൽ അതേപോലെ തന്നെ PR കൊടുത്ത് അനുമോള് കുറച്ച് വോട്ടൊക്കെ നേടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു റീച്ചൊക്കെ നേടുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഉറപ്പുണ്ട് അതിനകത്ത്. എന്നറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു എന്താ പറയാ പൊട്ടത്തരായി പോകും. പക്ഷെ അതേപോലെ തന്നെ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ജെനുവിനായിട്ട് സ്നേഹിക്കുന്ന കുറെ പേരും ഉണ്ട്. പക്ഷെ അനുമോളുടെ വായിൽ നിന്ന് വീഴുന്ന ചില കാര്യങ്ങൾ അത് അനുമോൾക്ക് കുഴിയിൽ ചെന്ന് ചാടിക്കാനുള്ള ഒരു വഴിയായിട്ട് മാറത്തേ ഉള്ളൂ. ഏതായാലും ശരി, ഇതൊരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും അത് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല. പക്ഷെ അക്ബർ, അനുമോൾ ഈ രണ്ടു പേര് തമ്മിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള മത്സരം. ഏറെക്കുറെ ഈ ആഴ്ച എവിക്റ്റ് ആകുന്നത് ഒന്നുകിൽ നെവിൻ അല്ലെങ്കിൽ ആര്യൻ എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഏതായാലും അക്ബർ ഔട്ടാകും, എവിക്റ്റ് ആകും എന്ന് തോന്നുന്നുമില്ല. പക്ഷെ അതിന് കാരണം സർഗോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമോ ഒന്നുമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന ഒരു ബിഗ് ബോസ് ഷോയൊക്കെ നടത്തി അതിന്റെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ കുറച്ച് കാശങ്ങ് അക്ബറിന്റെ കയ്യിൽ നേരിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് ഇതിന്റെ ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും എല്ലായിടത്തും ഒരു പൊളിറ്റിക്സ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഐ ഡോണ്ട് നോ. ഏതായാലും ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്ന സംഭാഷണങ്ങളൊക്കെ. ബാക്കി സത്യമാണോ കള്ളമാണോ എന്നൊക്കെയുള്ളത് നമുക്ക് ഈ സീസണിന്റെ എന്തായാലും ആരാണോ കപ്പ് ഉയർത്തുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് പുറത്തു വരുന്ന വാർത്തകൾ എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.